നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 20 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം. വളരെ ഈസി ആയിട്ട് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ വർക്കൗട്ട് നമ്മൾ സീരീസിൻ്റെ രൂപത്തിൽ ഇവിടെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വളരെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ സാധിക്കും. ഡെഡിക്കേഷൻ എവിടെ നഷ്ടപ്പെട്ടു പോകുന്നോ അവിടെ നിങ്ങൾ ഏത് വെയിറ്റിലാണോ അവിടെ തന്നെ റിമെയിൻ ചെയ്യും. അതിൽ കൂടിയിട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതുവരെ കുറച്ചത് ഇപ്പോൾ 2 കിലോ കുറച്ചു എന്ന് വെക്കൂ, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ അത് തിരിച്ചു കയറി വരും. കാരണം ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് വാട്ടർ വെയിറ്റ് ആണ്. ഫാറ്റ് വെയിറ്റിലോട്ട് കടക്കണമെങ്കിൽ ആദ്യം കുറേ വാട്ടർ വെയിറ്റ് ഉണ്ടായിരിക്കും. അത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഫാറ്റ് വെയിറ്റ് നഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. ഫാറ്റ് വെയിറ്റ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ അത് പ്രകടമായിട്ട് കാണുന്നത്. വാട്ടർ വെയിറ്റ് നഷ്ടപ്പെടുമ്പോൾ മെഷീനിൽ കാണിക്കും. ഫാറ്റ് വെയിറ്റ് ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ബോഡി നല്ല ഷേപ്പായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് പലരുടെയും ചോദ്യമാണ്. എൻ്റെ ബോഡിയിൽ നിന്ന് വെയിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, മെഷീനിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ബോഡിയിൽ കാണാനില്ല എന്നുള്ളത്. ചിലവർ ബോഡിയിൽ നല്ല ചേഞ്ച് ഉണ്ട് പക്ഷെ മെഷീനിൽ കാണിക്കുന്നില്ല, അതേ വെയിറ്റിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. ഫാറ്റ് വെയിറ്റ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് നഷ്ടപ്പെടുന്നത്. ഫാറ്റായിട്ട് നഷ്ടപ്പെടുന്നത് ഫാറ്റ് വെയിറ്റ് നഷ്ടപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ വാട്ടർ ഡെപ്പോസിറ്റ്, അവിടെ എവിടെയും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴാണ് വാട്ടർ വെയിറ്റ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്പോഞ്ചിൽ വെള്ളം നിറച്ച അവസ്ഥ നമ്മുടെ ചിലരുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വാട്ടർ വെയിറ്റ് നഷ്ടപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഫാറ്റ് വെയിറ്റ് ആണ് ആക്ച്വലി നമുക്ക് നഷ്ടപ്പെടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ നല്ലപോലെ ഫുഡ് കൺട്രോളും നല്ലപോലെ എക്സസൈസും ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റ് വെയിറ്റ് നഷ്ടപ്പെടുന്നത്. ഇനി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫാറ്റ് വെയിറ്റ് വരുന്നത് എപ്പോഴും മോർ കാലറീസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ്. ഒരുപാട് വീക്സ് നമ്മൾ വർക്കൗട്ടും ഡയറ്റും പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് സ്കെയിലിൽ കാണിക്കുള്ളൂ ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ. ഈ ഫാറ്റ് വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിലാണ് നമ്മൾ ഡയബറ്റിക് ആവുന്നതും ഒബീസിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതും ഒരുപാട് ഹെൽത്ത് ഡിസീസസ് നമുക്ക് വരുന്നതിന് കാരണമാവുന്നത് പ്രോബബ്ലി നമ്മൾ ഈ ഒരു ഫാറ്റ് വെയിറ്റ് കൂട്ടിക്കൊടുക്കുമ്പോഴാണ്. ഓക്കെ, ഇപ്പോഴും ഒബീസിറ്റി കാരണം കൊണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എത്ര പേരാണ് എന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ട് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത എത്രയോ പേര് ഇതേ ഇപ്പം എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്, ഇല്ലേ? അബ്ഡമിനൽ ഏരിയയിൽ സ്പെഷ്യലി വെള്ളം ധാരാളം നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുക എന്നല്ല, റിട്ടൻഷൻ എന്ന് നമ്മൾ അതിനെ പറയും. അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വാട്ടർ വെയിറ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. അത് ചിലപ്പോൾ ബ്ലോട്ടിംഗ് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലമേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ, ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഒരു വാട്ടർ റിട്ടൻഷൻ രീതിയെയാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ വാട്ടർ വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ടർ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ, ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഇന്ന് ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ എന്ന് നമുക്കേ തോന്നും. ഓക്കെ, അത് ബ്ലോട്ടിംഗ് കൊണ്ടാവാം, അല്ലെങ്കിൽ നീര് വന്നതുപോലെ സ്വെല്ലിങ് നമ്മുടെ ബോഡിയിലുള്ളതുപോലെ നമുക്ക് തോന്നുന്ന ആ ഒരവസ്ഥ. അതെല്ലാവർക്കും ഇപ്പോൾ പറയുമ്പോഴേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പൊതുവേ നമുക്ക് ഒരു ദിവസം ഓവർ ഫുഡ് കഴിച്ചാൽ, എസ്പെഷ്യലി സോൾട്ടി ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ്, ഒത്തിരി ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ചാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡേ നമുക്ക് തോന്നും ഞാൻ ഇന്ന് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്, ഇന്നലെ ഞാൻ അൺഹെൽത്തി ഫുഡ് ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ അബ്ഡമിനൽ ഏരിയയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് വാട്ടർ വെയിറ്റ് ആണ്. നെക്സ്റ്റ് ഡേ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആ വെയിറ്റ് അതുപോലെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. പക്ഷേ ചെയ്യണം. ഓക്കെ, സോ ഇതിലും സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി എല്ലാവരും ചോദിക്കുന്നത് ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഫുഡ് എടുക്കുന്നതിൻ്റെ ഗുണങ്ങളോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും കാര്യമില്ല. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മളൊരു ബ്ലഡ് ചെക്കപ്പോ ഇയർലി ബ്ലഡ് ചെക്കപ്പോ ഒക്കെ ചെയ്യാൻ പേടിയുള്ളവരാണ്. ആണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതിനിപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരില്ലേ, ഞാനത് അറിയില്ലേ, എനിക്കിപ്പോൾ ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ അറിയില്ലേ എന്നുള്ള ഭയത്തോടു കൂടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതറിയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ അറിയണ്ട എൻ്റെ ബോഡിയിൽ എന്ത് അസുഖമാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്? അതുകൊണ്ടല്ലേ പലരും മെഡിക്കൽ ടെസ്റ്റ് എടുക്കാതെ പോകുന്നു. പിന്നെ പെട്ടെന്നൊരു മെസ്സേജ് നമ്മുടെ ബോഡി നമുക്ക് തരും, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, സീരിയസ് ആണെന്ന്.
അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. അപ്പം കൊണ്ടുപോയിട്ട് വലിയ എമൗണ്ടുകൾ ഡോക്ടറെ അടുത്ത് കെട്ടിവെച്ചിട്ട് എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞ് താണുകയാണ് അപേക്ഷിക്കും. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്ക് അങ്ങനെ ഒരു അപകടം വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ബോഡിയെ ചെക്ക് ചെയ്യാനും പിന്നെ ന്യൂട്രീഷൻ ഭക്ഷണമേ കഴിക്കുള്ളൂ, പിന്നെ ഞാൻ ദിവസേന വ്യായാമം ചെയ്യും, ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്കൊരു ഹാർട്ട് ഡിസീസസ് ഒക്കെ വന്നിട്ട് ഹെവി മെഡിസിൻസ് എടുക്കാൻ നിങ്ങൾ തുടങ്ങി, നിങ്ങൾ ബെഡ് റിഡനായി, കിടപ്പിലായി, നിങ്ങൾ ഹെവി മെഡിസിൻസ് എടുക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ഹൈ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി, എഴുന്നേൽക്കാൻ സാധിക്കില്ല, തല പൊങ്ങില്ല. പിന്നെ എവിടെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക, എവിടെ നിങ്ങൾ ഡയറ്റ് ചെയ്യും, ആരെങ്കിലും ഭക്ഷണം തന്ന് അത് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഹെവി എക്സസൈസ് 10 മിനിറ്റ് ചുറ്റുവറും നടക്കാൻ സാധിക്കുമായിരിക്കും, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വന്നതിന് ശേഷമല്ല നമ്മൾ കെയർ ചെയ്യേണ്ടത്, വരുന്നതിന് മുൻപാണ്. ഇതാണ് ഇന്നത്തെ മോട്ടിവേഷൻ. ഓക്കെ, ഡയറ്റ് ആൻഡ് വർക്കൗട്ട്സ് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഇതിൽ. ഡയറ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ കിട്ടും. വാമപ്പോടുകൂടി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. റെഡി? ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒബീസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് സ്ലിം ആയിരിക്കുക, ഭയങ്കര ഷേപ്പായിരിക്കുക, മോഡൽ രൂപത്തിലിരിക്കുക, അങ്ങനെയൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഹെൽത്തി ആയിരിക്കുക, നല്ല മെഡിക്കൽ റിപ്പോർട്ടോടുകൂടി ഹെൽത്തി ആയിരിക്കുക, അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. വർക്കൗട്ടിലോട്ട് കിടക്കാം. ജസ്റ്റ് വാമപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? കാലുകൾ ജസ്റ്റ് അകത്തി വെച്ചിരിക്കുക, കൈകൾ മുഷ്ടി പിടിക്കുക. 1 2 3 റൈറ്റിലോട്ട്, 1 2 3 ലെഫ്റ്റിലോട്ട്. തിരിച്ച് ചെയ്തു എന്ന് വെച്ചിട്ടും വലിയ അബദ്ധമൊന്നും ആവുന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. ബാക്കിലോട്ട് നല്ലപോലെ ബെൻഡ് ചെയ്യുക, തിരിച്ചു വരിക, താഴത്ത് കൈവയ്ക്കുക. 1 2 3 4 5 6 7 8 9 10. ജസ്റ്റ് കൈകൾ ഷോൾഡറിൽ വയ്ക്കുന്നു. 1 2 3 ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട് 1 2 3. ഓക്കെ, സ്ലോലി നെക്ക് റൊട്ടേഷൻ ചെയ്യാം. 1 2 3 ആൻഡ് തിരിച്ച് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. 1 2 3. ഓക്കെ, ദെൻ ബാക്കിൽ കൈവച്ച് 1 2 3. 1 2 3 1 2 3. നിങ്ങൾക്കത് 10 റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. 1 2 1 2 ആൻഡ് 1 2 കാലുകൾക്ക്. ഓക്കെ, ആദ്യത്തെ എക്സസൈസ്. ഓക്കെ, ജസ്റ്റ് കൈകൾ മേലോട്ട്. ദെൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35. ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. റിലാക്സ്. അടുത്ത എക്സസൈസ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ശരി, ഏകദേശം സിമിലറാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ബാക്കിലോട്ട് ഇങ്ങനെ കൈവച്ച് 1 2 3. കാലുകളുടെ ആക്ഷനും ശ്രദ്ധിക്കണം കേട്ടോ. 4 5 6 7 8 9
10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. ഇന്ന് ചെയ്യുന്ന എല്ലാ എക്സസൈസുകളും കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ചധികം കാലറി ബേണിംഗ് ഉണ്ടാക്കുന്നതാണ്. കുറച്ച് നമ്പർ എക്സസൈസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരുപാട് എക്സസൈസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് എക്സസൈസ് ചെയ്യുന്നുള്ളൂ. ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടുമാണ് കേട്ടോ. 2 എക്സസൈസ് കഴിഞ്ഞു. മൂന്നാമത്തത് 1, 2, 3, 4. സ്ലോലി സ്റ്റാർട്ട് ചെയ്താൽ മതി. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. റിലാക്സ്. ഇനി ബോഡി ഒന്ന് കൂളാവാൻ വേണ്ടി ഒരു ഈസി എക്സസൈസ് ചെയ്യാം. അതിന് കൈകൾ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക. എന്നിട്ട് ജസ്റ്റ് തല ആ കൈകളുടെ മീതെ മുട്ടിക്കുക. ദെൻ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ബോഡി മൂവ് ചെയ്താൽ മാത്രം മതി. സോ സിമ്പിൾ എക്സസൈസ്. അത്രമാത്രം മൂവ് ചെയ്യണ്ടു. ഈ മൂവിങ് മാത്രമാണ്, ആ ഒരു ആക്ഷൻ മാത്രമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1, 2, 3. ഷോൾഡർ ഫാറ്റ് കുറയുന്നതിനും ആം ഫാറ്റ് കുറയുന്നതിനും ഒക്കെ നല്ലതാണ്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അതിൻ്റെ അനദർ വേർഷൻ, ഇപ്പോൾ ചെയ്തതിൻ്റെ കുറച്ചുകൂടി വലിയൊരു വേർഷൻ
കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട്. ഓക്കെ, ഇങ്ങനെ കിടന്നുകൊണ്ട് റിലാക്സും ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. അടുത്തത് അതിലും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സസൈസാണ്. ഇനി പെയിനൊന്നും ഇല്ലാത്തവർ മാത്രം ഇത് ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, കൈകൾ ഇതുപോലെ കുത്തി വെച്ചേക്കുക. എന്നിട്ട് ജസ്റ്റ് കാലിൻ്റെ പാദത്തിൽ ഇങ്ങനെ നിൽക്കുക. 1 2 3 4 30 മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. 20 പിന്നെ 5 6 7 8 9 10 11 12 13 14 15 16 ഡിഫിക്കൽട്ടാണെന്ന് തോന്നുമ്പോൾ നിർത്തുക കേട്ടോ. 17 18 19 20 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. അടുത്ത് 30 മാത്രമേ ചെയ്തിട്ടുള്ളൂ. 20 കുറച്ച് കഴിഞ്ഞ് 2-3 വർക്കൗട്ടുകൾ കഴിഞ്ഞിട്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത എക്സസൈസ് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ നിന്നുകൊണ്ട് ബാക്കിലോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. അടുത്ത എക്സസൈസ് ജസ്റ്റ് കൈകൾ 2 സൈഡിലോട്ടും മുട്ടിൻ്റെ മീതെ കൈമുട്ടിൻ്റെ മീതെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു സൈഡിലോട്ട് കൈ ഇങ്ങനെ പൊക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16
17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ 20 നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുവാണ്. 1, 2, 3, 4. ഞാനിതിൽ എക്സ്പേർട്ടാണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ചെയ്യേണ്ട. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. മുട്ടുവേദന വരുന്നതിന് മുൻപാണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഓവർ വെയ്റ്റ് കുറച്ചിട്ട്. എങ്കിൽ ഇത് പോസിബിളാണ്. ഇത് ഭയങ്കര നല്ലൊരു എക്സസൈസാണ്. മുട്ടുവേദന ഒരിക്കലും വരില്ല. ഓക്കെ, മുട്ടുവേദന വന്നതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ട് ഇത് ചെയ്യാനും സാധിക്കില്ല. ശരി, അടുത്ത എക്സസൈസ്. 1, കാലുകൾ അകത്തി വെച്ചിരിക്കുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. കാലുകളൊക്കെ നല്ല ഷേപ്പ് വരും. 14, 15. ആം ഫാറ്റ് കുറഞ്ഞിരിക്കും. 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. ഹെൽത്തി ആയിരിക്കും. 27, 28, 29, 30, 31, 32. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. ഗൈസ്, ഒരു ഇൻഫോർമേഷൻ പോലും ഞാൻ ഇതിൽ നിന്ന് വേണ്ടെന്ന് വെക്കുന്നില്ല. എല്ലാ ഇൻഫോർമേഷനും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. പെട്ടെന്ന് 20 കിലോ കുറയ്ക്കുമ്പോൾ, പെട്ടെന്ന് 10 കിലോ കുറയ്ക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഫുഡ് കൺട്രോൾ, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമ്മളെവിടെയും നമ്മളെ ഇതിൽ ടോർച്ചർ ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളൊരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ എൻ്റെ ഡയറ്റിലും വർക്കൗട്ടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഞാൻ ഇവിടെ ഒന്നും നിങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നില്ല. സോ അപ്പം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുന്നത്, അതാണ് നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷൻ. അതല്ലാതെ ഇവിടെ അൺഹെൽത്തി ആയിട്ട് ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ചെയ്യുന്നത്. മാക്സിമം ഇൻഫോർമേഷൻ, കറക്ഷൻസ്, പറഞ്ഞ് മനസ്സിലാക്കൽ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഞാൻ കൂടെ നടന്നുകൊണ്ടാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ക്ലയൻസിൻ്റെ കൂടെ നടന്നുകൊണ്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ക്ലയൻസ് അവരാണ് ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ വളരെ കെയർഫുള്ളിയാണ് ക്ലയൻസിനെ എടുക്കുന്നത്. പാളി പോവാറുണ്ട് ചിലപ്പോൾ, അത് പേയ്മെൻറ്റ് തിരിച്ചു കൊടുത്ത് ഞാൻ സലാം പറയാറുണ്ട്. അതല്ലാതെ വളരെ നല്ല ക്ലയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം. ഫാസ്റ്റായിട്ട് ചെയ്യുന്ന കുറച്ച് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ്. എന്ത് ബ്യൂട്ടിഫുള്ളിയാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഓക്കെ, വേഗം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16,
17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Relax. നല്ലൊരു കേഗൽ എക്സസൈസാണ്. നമ്മുടെ ഹാഫ് ഓഫ് ഇറ്റ് ഓൾവേസ് വിൽ ബി കേഗൽ എക്സസൈസ്. നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സസൈസിലും സ്ത്രീകളാണ് കൂടുതൽ നമ്മളുടെ ക്ലയൻറ്റ്സ് എന്നുള്ളത് കൊണ്ട് കേഗൽ എക്സസൈസ് ആയിരിക്കും. സോ അടുത്ത് ചെയ്യാൻ പോകുന്നതും കേഗൽ എക്സസൈസാണ്. ദിവസേന ഒരു 4-5 മിനിറ്റ് കേഗൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരില്ല. ഓക്കെ, യെസ്, വിൽ സ്റ്റാർട്ട് അഗെയിൻ. സോ അതിനുവേണ്ടി കാലുകൾ ജസ്റ്റ് ഇങ്ങനെ നല്ലോണം ബാക്കിലോട്ട് കൊണ്ടുവരിക, ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9. കാലുകൾ ഓപ്പൺ ട്ടോ. 10, ക്ലോസ്. 11, 12, ഓപ്പൺ ആൻഡ് ക്ലോസ്. 13, ഓപ്പൺ ആൻഡ് ക്ലോസ്. 14, ഓപ്പൺ ആൻഡ് ക്ലോസ്. 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, concentrate. 26, 27, 28, കഴിയാറായി. 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. ജസ്റ്റ് കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ കാലുകൾ ഓപ്പൺ ചെയ്യുന്നു, കൈകൾ ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ കാലുകൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതും ഒരു കൈൻഡ് ഓഫ് കേഗൽ എക്സസൈസ് ആണ്. ഓക്കെ, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ആക്ഷൻ കേഗൽ മസിൽസിന് കിട്ടുന്നു. 1, 2, 3, 4, close. 5, close. 6, close. 7, close. 8, close. 9, close. 10, close. 11, 12, close. 13, 14, 15, 16, wow. 17, 18, 19, 20, super. 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, super. 16, 17, 18, 19, 20. റിലാക്സ്. ദേ ആ കൈകൾ എവിടെയും വെക്കേണ്ട, കൂട്ടിപ്പിടിച്ചേക്കുക. 1, 2, നെക്സ്റ്റ് എക്സസൈസ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. Relax.
കൈകൾക്കും കാലുകൾക്കും ഒരേപോലെ ആക്ഷൻ കൊടുക്കുന്ന അടുത്ത എക്സസൈസ്. യെസ്, 2 കാലുകളും ഫ്രണ്ടിലോട്ട് വരട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. അടുത്ത എക്സസൈസ്, കൈകൾ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ശരീരത്തെ 2 സൈഡിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. അത് സൈഡിലെ ഫാറ്റ് കുറയുന്നതിനും ഷേപ്പ് കിട്ടുന്നതിനും നല്ല പോലെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഓക്കെ, വിൽ സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. റിലാക്സ്. ഇനി ജസ്റ്റ് സ്ട്രെച്ചിങ്. ഈ സ്ട്രെച്ചിങ് മാത്രമല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള സ്ട്രെച്ചിങ് കൂടി നിങ്ങൾ ചെയ്യണം. ജസ്റ്റ് കാലുകൾ ഇങ്ങനെ ഉള്ളിലോട്ടും പുറത്തോട്ടും ഉള്ളിലോട്ടും പുറത്തോട്ടും. ഇത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബാക്കിന് വല്ല സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നല്ല പ്രഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് നല്ലപോലെ സഹായിക്കുന്ന എക്സസൈസാണ്. അത് മാത്രമല്ല, ഞാൻ താഴെ കൊടുത്തിട്ടുള്ള സ്ട്രെച്ചിങ്ങും ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് പരീക്ഷിക്കാവുന്നതാണ്. 101% ബാക്ക് പെയിൻ ഉള്ളവർക്ക് അത് മാറിക്കിട്ടും. ആ സ്ട്രെച്ചിങ് മാത്രം ചെയ്യുക. ഭയങ്കര സിവിയർ ബാക്ക് പെയിനൊക്കെ ആണെങ്കിൽ ആ താഴെ കൊടുത്തിട്ടുള്ള സ്ട്രെച്ചിങ് മാത്രം ചെയ്യുക. 101% അത് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും DM ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം ID-യിലോട്ടാണ്. ഇൻസ്റ്റഗ്രാം ID ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എവറി സൺഡേ ഇല്ലെങ്കിലും പോസിബിൾ ആവുന്ന സൺഡേകളിൽ ലൈവ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ലൈവിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക പ്ലീസ്. ഒരു ഇൻസ്റ്റഗ്രാം ID തുറക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. എവ്രിബഡി ക്യാൻ ഡു. ഓക്കെ, ഏത് മേഖലയിലും നമ്മൾ ചെന്നാലും അത് സേഫായിട്ട് ഉപയോഗിക്കുക, അത്രമാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ അവസാനിക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് നാളെയല്ല മറ്റന്നാൾ വരുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ഇറ്റ്. ആൻഡ് പ്രേ ഫോർ മീ ഫോർ എ ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡൊക്കെ ഉണ്ടായിരിക്കട്ടെ. അപ്പോഴാണ് നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ സാധിക്കുക. താങ്ക് യു. ലവ് യു. എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ.